ഹലോ എവരി വൺ, വെൽക്കം ടു ബിടെക് മെഡിസി. ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ KTU പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷനാണ്. ഇന്നത്തെ ഈ സെഷനിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ യൂസിങ് സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ആൻഡ് മേസൺസ് ഗെയിൻ ഫോമുലയാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രീവിയസ് ഇയർ 9 മാർക്സ് ചോദിച്ചൊരു പ്രോബ്ലം ആണ്. ഇപ്പോൾ ഡിറ്റർമൈൻ ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ റെപ്രസെൻറ്റഡ് ബൈ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് യൂസിങ് മേസൺസ് ഗെയിൻ ഫോമുല. ഒരു സിഗ്നൽ ഫ്ലോ ഗ്രാഫ് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലത്തുള്ള പ്രോബ്ലംസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതുപോലെ മേസൺസ് ഗെയിൻ ഫോമുല ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് ഒന്ന് വാച്ച് ചെയ്യുക. ഇന്നത്തെ സെഷനിൽ ഈ 9 മാർക്ക് ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷനാണ്. ഇങ്ങനത്തെ ഒരു പ്രോബ്ലം തരുമ്പം ഫസ്റ്റ് സിഗ്നൽ ഫ്ലോ ഗ്രാഫിൽ നിന്ന് നമ്പർ ഓഫ് ഫോർവേഡ് പാത്സ് K ഐഡൻറ്റിഫൈ ചെയ്യണം. മേസൺസ് ഗെയിൻ ഫോമുല യൂസ് ചെയ്ത് നമുക്ക് ഓവറോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഫോമുല എന്ന് പറയുന്നത് 1/Δ സിഗ്മ PK Δ K ആണ്. ഇപ്പോൾ K മീൻസ് നമ്പർ ഓഫ് ഫോർവേഡ് പാത്ത്. ഇപ്പോൾ ഇതിനകത്തൊരു ഇൻപുട്ട് നോഡ് കാണും, ഔട്ട്പുട്ട് നോഡ് കാണും. ഫോർവേഡ് ഡയറക്ഷനിൽ ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്ക് പോകുന്ന പാത്തിനാണ് നമ്മൾ ഫോർവേഡ് പാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ സെൻട്രൽ ലൈൻ എന്തായാലും ഒരു ഫോർവേഡ് പാത്ത് ആയിരിക്കും. അതിനുശേഷം റിമൈനിങ് ഫോർവേഡ് പാത്ത്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇപ്പം ഫസ്റ്റ് നോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ ഈ ഡയറക്ഷനിൽ വരുമ്പോഴത്തേക്കും അതിൻ്റെ ആരോ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ അത് ഫോർവേഡ് പാത്ത് അല്ല. അഗെയിൻ നോഡ് 3 നോഡ് 3 എത്തുമ്പോഴത്തേക്ക് 2 ഫോർവേഡ് പാത്ത് കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫോർവേഡ് പാത്ത് എന്ന് പറയുന്നത് ഈ സെൻട്രൽ പാത്ത് ആയിരിക്കും. നോഡ് 1, 2, 3, 4, 5, 6, 7 എന്നുള്ള ഫസ്റ്റ് ഫോർവേഡ് പാത്ത് അതാണ് ഇവിടെ ഡ്രോ ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് ഫോർവേഡ് പാത്ത് എന്ന് പറയുന്നത് 1, 2, 3 ഈ G3 കൂടെ പാസ് ചെയ്ത് 6, 7. ഓക്കെ, ഇതാണ് സെക്കൻഡ് ഫോർവേഡ് പാത്ത്. തേർഡ് ഫോർവേഡ് പാത്ത് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും പാരലായിട്ടാണ് വരുന്നത്. അപ്പം തേർഡ് ഫോർവേഡ് പാത്ത് നോഡ് 1, 2, 3 G4 കൂടെ പാസ് ചെയ്ത് 6, 7. ഓക്കെ, അങ്ങനെ 3 ഫോർവേഡ് പാത്ത്സ് ഉണ്ട്. ഇപ്പോൾ K = 3 ആണ്. ആ 3 ഫോർവേഡ് പാത്തും നമ്മൾ ഡ്രോ ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് K ഇവിടെ 3 എന്ന് കിട്ടി. എന്ത് ചെയ്യണം? അത് നമ്മൾ സമ്മേഷനാണ്, അതങ്ങ് എക്സ്പാൻഡ് ചെയ്ത് എഴുതണം. മേസൺസ് ഗെയിൻ ഫോമുല എക്സ്പാൻഡ് ചെയ്ത് എഴുതണം. സോ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈക്വൽസ് 1/Δ ഇവിടെ K3 ആണ്. സമ്മേഷൻ വരുമ്പോഴത്തേക്കും P1 Δ1 പ്ലസ് P2 Δ2 പ്ലസ് P3 Δ3 എന്ന് കിട്ടും. ഓക്കെ, സമ്മേഷന് Kയുടെ വാല്യൂ 3 വെച്ച് എക്സ്പാൻഡ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മളെ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അൺനോൺസ് എല്ലാം ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് P1 Δ1, P2 Δ2, P3 Δ3 എല്ലാം ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ P1 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഫോർവേഡ് പാത്തിൻ്റെ ഗെയിനിൻ്റെ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഫോർവേഡ് പാത്ത് ഈ ഡ്രോ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഗെയിനിൻ്റെ പ്രോഡക്റ്റ്. അപ്പോൾ ഇവിടെ 2 ഗെയിനാണ് വരുന്നത്, G1, G2. അപ്പം ആ ഫോർവേഡ് പാത്ത് ഗെയിനിൻ്റെ ഫസ്റ്റ് ഫോർവേഡ് പാത്ത് ആയതുകൊണ്ട് നമ്മൾ P1 വെച്ച് ഡിനോട്ട് ചെയ്യുന്നു. P1ൻ്റെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ G1, G2 വരും, പ്രോഡക്റ്റ് ഓഫ് ഗെയിൻ ഓഫ് ദാറ്റ് ഫോർവേഡ് പാത്ത്. ഈ സെക്കൻഡ് ഫോർവേഡ് പാത്തിനെ നമ്മൾ P2 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു, അതിൻ്റെ ഗെയിനിനെ. അപ്പോൾ അതിനകത്ത് നോക്കിക്കേ 1 × G1 × G3 × 1. അപ്പോൾ എന്ത് വരും? G1, G3 ആയിരിക്കും. സെക്കൻഡ് ഫോർവേഡ് പാത്തിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് G1, G3 ആയിരിക്കും. ഇനി തേർഡ് ഫോർവേഡ് പാത്ത് P3 = G1, G4 ആയിരിക്കും. അപ്പോൾ നമ്മളിവിടുത്തെ അൺനോൺസ് P1, P2, P3 ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി ഡെൽറ്റയും Δ1, Δ2, Δ3യും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ തന്നിരിക്കുന്ന സിഗ്നൽ ഫ്ലോ ഗ്രാഫിൻ്റെ ലൂപ്പ് ഐഡൻറ്റിഫൈ ചെയ്യണം. ലൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോഡ് സ്റ്റാർട്ട് ചെയ്ത് സെയിം നോഡിൽ തന്നെ എൻഡ് ചെയ്യണം. ആ ലൂപ്പിനകത്ത് ഒരു നോഡിൽ കൂടെ ഒരു പ്രാവശ്യമേ പാസ് ചെയ്യാവുള്ളൂ. അപ്പോൾ നമ്മളിവിടെ നോക്കുക, ലൂപ്പ് നോക്കുക. അപ്പോൾ ഇവിടെ നോഡ് 2, 3, 4, 5 അഗെയിൻ 2 എന്നുള്ള നോഡ് വരുന്നുണ്ട്. അതിൻ്റെ ഡയറക്ഷൻ കണ്ട് ആരോ സെയിം ആണ്. 2ൽ നിന്ന് വന്ന് 3 3ൽ നിന്ന് 4 4ൽ നിന്ന് 5 അഗെയിൻ ബാക്ക് ടു 2. ദിസ് ഈസ് എ ലൂപ്പ്. ഞാനത് L1 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തു. ഓക്കെ, L1 വിൽ ബി ഈക്വൽ ടു G1, G2 ഇവിടെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഗെയിന് -H1. അപ്പോൾ ലൂപ്പ് എന്തായിരുന്നു? ലൂപ്പ് 2ൽ സ്റ്റാർട്ട് ചെയ്ത് 3ൽ വന്ന് 4ൽ വന്ന് 5ൽ വന്ന് അഗെയിൻ 2ലോട്ട് പോകും. ഓക്കെ, ഇവിടുത്തെ ഗെയിൻ എന്ന് വെച്ചാൽ G1 ആണ്, ഇവിടെ 1 ആണ്. ദിസ് ഈസ് G2 ആൻഡ് ദിസ് ഈസ് -H1. അപ്പോൾ L1 മീൻസ് ഈ ലൂപ്പിൻ്റെ ഗെയിനാണ്, ഗെയിൻ്റെ പ്രോഡക്റ്റ് ആണ്. അപ്പം ഗെയിൻ വരുന്നത് G1, G2 -H1. അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് -G1, G2, H1 എന്ന് കിട്ടും. ദിസ് ഈസ് അവർ L1 ലൂപ്പ്. ഇനി അടുത്ത 4ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. 4, 5, 6 അഗെയിൻ ബാക്ക് ടു 4. ഓക്കെ, അതും ഒരു ലൂപ്പാണ്. അതിന് ഞാൻ L2 ലൂപ്പ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ L2 ലൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 സ്റ്റാർട്ട് ചെയ്തു, 5, then 6,
എഗെയിൻ ബാക്ക് ടു 4. ഓക്കെ, ഇവിടുത്തെ ഗെയിന് G2 ആണ്, ഇവിടുത്തെ ഗെയിന് 1 ആണ്, ഇവിടുത്തെ ഗെയിന് -H2 ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ നമ്മൾ ലൂപ്പ് ഗെയിൻ എഴുതുമ്പോഴത്തേക്ക് L2 വിൽ ബി ഈക്വൽ ടു പ്രോഡക്റ്റ് എന്തൊക്കെയാണ്, G2 ഉണ്ട്, ദെൻ വി ഹാവ് -H2. ഓക്കെ, -H2 ഇതാണ് ലൂപ്പ്. G1 1 ഇൻറ്റു -H2, അപ്പോൾ ഇൻ എഫക്റ്റ് -G2H2 എന്ന് കിട്ടും. ഇനി ഇതിനകത്ത് 2 more ലൂപ്സും കൂടെ ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ഇവിടെ 2ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 3ൽ വന്ന് ഈ G3 കൂടെ പാസ് ചെയ്ത് 6ൽ വന്ന് 6ൽ നിന്ന് 4ലെത്തി 5ലെത്തി തിരിച്ച് 2ലെത്തുന്നു. ഓക്കെ, അപ്പം അതൊരു 2ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 2ൽ തന്നെയാണ് എൻഡ് ചെയ്യുന്നത്. പക്ഷേ ഒരു നോഡിൽ കൂടെ ഒരു പ്രാവശ്യം മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നമ്മളെടുത്ത് അതാണ് 2ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 3ൽ വന്ന് 3ൽ നിന്ന് ഈ G3 കൂടെ പാസ് ചെയ്ത് 6ൽ വന്ന് ദെൻ എവിടെ വന്ന് ഈ ഡയറക്ഷനിൽ 4ലെത്തി ദെൻ 5ലെത്തി എഗെയിൻ ബാക്ക് ടു 2 എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതൊരു ലൂപ്പാണ്. അപ്പോൾ അതിൻ്റെ ലൂപ്പ് ഗെയിൻ എന്ന് പറയുന്നത് ഞാൻ L3 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടുത്തെ എല്ലാ പാത്തിൻ്റെയും ലൂപ്പിൻ്റെ സമ്മ് വരും. ഇവിടെ 2 നെഗറ്റീവ് ഉണ്ട്, പിന്നെ വരുന്നത് G1 G3 H2 H1 ആണ്. അപ്പോൾ എന്ത് വരും, G1 G3 H1 H2 2 നെഗറ്റീവ് ഉണ്ടായതുകൊണ്ട് അത് രണ്ടും ഒരു മൾട്ടിപ്ലൈ ചെയ്യുമ്പം പോസിറ്റീവ് കിട്ടും. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഈ ഇപ്പം നമ്മളിപ്പം G3 കൂടെ ഉള്ളതാണ് എഴുതിയത്. ഇപ്പം G4 എന്താണ് സിമിലർലി ഫോർവേഡ് പാത്താണ്. അപ്പോൾ അതിലേക്കൂടി എന്തൊരു ഈ സെയിം ഫോർമാറ്റിൽ ഒരു ലൂപ്പ് വരും. ഓക്കെ, അപ്പം എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, നമ്മളുടെ 2ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, ദെൻ 3ൽ വന്ന് ഏത് ഭാഗത്തിൽ കൂടെ പോകും, നേരത്തെ G3 കൂടെ പോയത്, ഇനി G4 കൂടെ പോകും. ഓക്കെ, G4 കൂടെ വന്ന് 6ലെത്തി ദെൻ 4ലെത്തി 5ലെത്തി എഗെയിൻ ബാക്ക് ടു 2. അപ്പം ഇത് ഒരു ലൂപ്പാണ്. അതിന് നമ്മൾ L4 വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാണ് ലൂപ്പ് ഗെയിനെ. L4 വിൽ ബി ഈക്വൽ ടു ഇവിടെ എന്തൊക്കെയുണ്ട്, G1 G4 -H2 -H1. എൻ്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോഴത്തേക്ക് G1 G4 H1 H2 അവിടെയും മൈനസും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ നമുക്കിവിടെ ഇതിനകത്ത് നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതിയായിരുന്നു. എന്തായിരുന്നു, P1 Δ1 പ്ലസ് P2 Δ2 പ്ലസ് P3 Δ3 ഡിവൈഡ് ബൈ ഡെൽറ്റ ആണ്. അതിൽ P1 P2 P3ൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇതാണ് P1 P2 P3ൻ്റെ വാല്യൂ. അത് ഞാൻ ഇവിടെ അടുത്ത് ഒന്നും കൂടെ എഴുതി. പിന്നെ നമുക്ക് ഉള്ള ലൂപ്പ് എത്രയായിരുന്നു, 4 ലൂപ്പായിരുന്നു. അതിൻ്റെ 4 ലൂപ്പ് ഗെയിനും ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിനകത്ത് ഈക്വേഷനകത്ത് എന്ത് മാത്രമേ ഉള്ളൂ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനില്ല പറ്റാത്തത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മളിനി ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് Δ1 Δ2 Δ3യും ഡെൽറ്റയും ഫൈൻഡ് ഔട്ട് ചെയ്യണം. Δ1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മൈനസ് ലൂപ്പ് നോട്ട് പാസിങ് ത്രൂ ഫസ്റ്റ് ഫോർവേഡ് പാത്ത്. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ ലൂപ്പ് ഇവിടെ അറിയാം, ഇതൊരു L1 ലൂപ്പാണ്, L2 ലൂപ്പാണ്, പിന്നെന്തുണ്ട്, ഒരു L3 ലൂപ്പുണ്ട്, L4 ലൂപ്പുണ്ട്. അപ്പോൾ നമ്മൾ Δ1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മൈനസ് ലൂപ്പ് നോട്ട് ടച്ചിങ് ഫസ്റ്റ് Δ1 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ഫോർവേഡ് പാത്തിനെയാണ്. അപ്പോൾ 1 മൈനസ് നമുക്ക് 4 ലൂപ്പുണ്ട്, ആ ലൂപ്പ് ഫസ്റ്റ് ഫോർവേഡ് പാത്തിൽ ടച്ച് ചെയ്യാത്ത എന്താണെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ, L1 ഫസ്റ്റ് പാത്ത് ടച്ച് ചെയ്യുന്നുണ്ട്, L2 ടച്ച് ചെയ്യുന്നുണ്ട്, L3 ടച്ച് ചെയ്യുന്നുണ്ട്, L4 ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ 1 മൈനസ് 0 ആയിരിക്കും Δ1 എന്ന് പറയുന്നത്. സിമിലർലി Δ2 എന്ന് വെച്ചാൽ എന്തായിരിക്കും, 1 മൈനസ് ലൂപ്പ് നോട്ട് ടച്ചിങ് സെക്കൻഡ് ഫോർവേഡ് പാത്ത്. നമ്മൾ സെക്കൻഡ് ഫോർവേഡ് പാത്ത് എന്ന് വെച്ചാൽ ഈ ഒരു പാത്താണ് 1 2 3 G3 കൂടെ പാസ് ചെയ്ത് 6 7. അപ്പം L1 എന്ന് പറയുമ്പോൾ ഇവിടെ നോഡ് 2ഉം 3യും ടച്ച് ചെയ്യുന്നുണ്ട്. L2 എന്ന് പറയുമ്പോഴത്തേക്ക് 6 ടച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ലൂപ്പ് L3 വരുമ്പോഴത്തേക്കും നോഡ് 3ലും 6ലും ടച്ച് ചെയ്യുന്നുണ്ട്. സിമിലർലി L4ഉം 3ലും 2ലും എല്ലാം ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ സെക്കൻഡ് കേസിൽ Δ2 എന്ന് വെച്ചാൽ എന്താണ്, 1 മൈനസ് നോ ലൂപ്പ് ടച്ചിങ് ദാറ്റ് ഫോർവേഡ് പാത്ത്. ഇവിടെ എന്താണ്, ഫോർവേഡ് പാത്ത് ആ സെക്കൻഡ് ഫോർവേഡ് പാത്തിൽ ലൂപ്പ് ടച്ച് ചെയ്യുന്നുണ്ട്. സോ 1 മൈനസ് 0 ഈക്വൽ ടു 1 എന്ന് വരും. ഇനി മൂന്നാമത്തത് ഓക്കെ, Δ3 എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമിലർലി ലൂപ്പ് 1 മൈനസ് ലൂപ്പ് ടച്ചിങ് ദാറ്റ് തേർഡ് ഫോർവേഡ് പാത്ത്. നമ്മൾ തേർഡ് ഫോർവേഡ് പാത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ഒന്ന് G3യും G4ഉം ആണ്. അവിടെ എന്തുണ്ട്,
നമ്മളുടെ ലൂപ്പ് ഏതെങ്കിലും പോയിന്റിൽ തേർഡ് ഫോർവേഡ് പാത്തിൽ ടച്ച് ചെയ്യുന്നുണ്ട്. സോ 1 - 0 = 1 വരും. അപ്പോൾ നമുക്ക് Δ1, Δ2, Δ3 വാല്യൂ എല്ലാം 1 എന്നുള്ളത് കിട്ടും. ഓക്കെ, Δ1, Δ2, Δ3 വാല്യൂ വിൽ ബി ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇനി ലാസ്റ്റ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഡെൽറ്റയാണ്. ഡിനോമിനേറ്റർ ഡെൽറ്റ ഇറ്റ് ഈസ് ഈക്വൽ ടു 1 - സം ഓഫ് ലൂപ്പ്. ഇവിടെ ലൂപ്പ് എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. L1 + L2 + L3 + L4. ഓക്കെ, 1 - സം ഓഫ് ലൂപ്പ് പ്ലസ് പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് 2 നോൺ ടച്ചിങ് ലൂപ്പ്. ഇപ്പോൾ ഇവിടുത്തെ ലൂപ്പുകളും എല്ലാം തമ്മിൽ എന്താണ്? ടച്ചിങ് ആണ്. നോക്കിയാൽ മതി, നോഡ് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഇതിനകത്ത് 4 ഉണ്ട്, ഇപ്പോൾ ഇവിടെയും 4 ഉണ്ട്, ഇതിനകത്തും 4 ഉണ്ട്, ഇതും 4 ഉണ്ട്. അപ്പം ഇത് എല്ലാം തമ്മിൽ ടച്ചിങ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് ലൂപ്പ് നോട്ട് ടച്ചിങ്, ഇപ്പോൾ ഏതെങ്കിലും 2 ലൂപ്പ് എടുത്താലും ടച്ചിങ് ആയിട്ടുള്ളതുണ്ടോ എന്ന് നോക്കുക. അപ്പം ഇതിനകത്ത് പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് നോൺ ടച്ചിങ് ലൂപ്പാണ് നമ്മൾ സെക്കൻഡ് ഇതായിട്ട് എഴുതുന്നത്. ഓക്കെ, ഇപ്പം ഡെൽറ്റയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 1 - ഫസ്റ്റ് സം ഓഫ് ലൂപ്പ് പ്ലസ് എന്ത് വരും? പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് നോൺ ടച്ചിങ് ലൂപ്പ്. ഇപ്പോൾ സപ്പോസ് L1ഉം L3യും നോൺ ടച്ചിങ് ആയിരുന്നെങ്കിൽ നമ്മൾ L1, L3 പ്ലസ് അങ്ങനെ പോസിബിൾ കോമ്പിനേഷൻസ് ആയിട്ട് എഴുതണം. അപ്പോൾ ഇവിടെ നമ്മൾ ലൂപ്പ് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് എല്ലാ ലൂപ്പും തമ്മിൽ എന്താണ്? ടച്ചിങ് ആണ്. ഇപ്പോൾ ഫസ്റ്റ് ലൂപ്പ് ഇതായിരുന്നു, ഈ ലൂപ്പും സെക്കൻഡ് ലൂപ്പ് ടച്ചിങ് ആണ്, അല്ലെങ്കിൽ ഈ ലൂപ്പും തേർഡുമായിട്ട് ടച്ചിങ് ആണ്, ഈ ലൂപ്പും ഫോർത്തുമായിട്ട് ടച്ചിങ് ആണ്. അങ്ങനെ ഏത് കോമ്പിനേഷൻ എടുത്താലും എല്ലാം ടച്ചിങ് ആണ്. സോ ഇവിടെ എന്ത് മാത്രമേ എടുത്തുള്ളൂ? 1 - സം ഓഫ് ലൂപ്പ് മാത്രമേ എടുത്തുള്ളൂ. പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് നോൺ ടച്ചിങ് ലൂപ്പ് 0 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ L1, L2, L3, L4 ഓൾറെഡി നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്, അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ 1 - L1ൻ്റെ വാല്യൂ -G1 G2 H1 പ്ലസ് L2ൻ്റെ വാല്യൂ -G2 H2 പ്ലസ് L3ൻ്റെ വാല്യൂ G1 G2 G3 H1 H2 പ്ലസ് L4ൻ്റെ വാല്യൂ G1 G2 G4 H1 H2. ഇനി ഫൈനലി എന്ത് ചെയ്താൽ മതി? ട്രാൻസ്ഫർ ഫംഗ്ഷനകത്ത് ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈക്വൽ ടു P1ൻ്റെ വാല്യൂ G1 G2. ഓക്കെ, Δ1ൻ്റെ വാല്യൂ 1 ആണ്, പ്ലസ് P2ൻ്റെ വാല്യൂ G1 G3, Δ2ൻ്റെ വാല്യൂ 1 ആണ്, പ്ലസ് P3 G1 G4, Δ3ൻ്റെ വാല്യൂ 1 ആണ്, ഹോൾ ഡിവൈഡ് ബൈ ഡെൽറ്റയുടെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്ത് നമുക്ക് തരും 1 മൈനസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം പ്ലസ് G1 G2 H1 മൈനസും കൂടെ പ്ലസ് G2 H2 മൈനസും പ്ലസും കൂടെ മൈനസ് G1 G2 G3 H1 H2 ഇവിടെയും മൈനസും പ്ലസും കൂടെ മൈനസ് G1 G2 G4 H1 H2. ഇതായിരിക്കും അതിൻ്റെ ഫൈനൽ ആൻസർ വരുന്നത്. ഓക്കെ, ഇപ്പോൾ 9 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇങ്ങനത്തുള്ള പ്രോബ്ലം സ്ഥിരം ചോദിക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് മേസൺസ് ഗെയിൻ ഫോർമുല എഴുതുക, നമ്പർ ഓഫ് ഫോർവേഡ് പാത്ത്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പം എന്തൊക്കെ വാല്യൂസാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുള്ളത് കിട്ടും. അതിനുശേഷം ഫോർവേഡ് പാത്ത് ഡ്രോ ചെയ്യുക, അതിൻ്റെ പാത്ത് ഗെയിൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. Δ1 Δ2 ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ലൂപ്പ് വേണം. സോ പോസിബിൾ ലൂപ്സ് ഡ്രോ ചെയ്യുക. അപ്പോൾ ലൂപ്പ് കൃത്യമായിട്ട് നോക്കണം, എല്ലാ ലൂപ്സും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തെന്നുള്ളത്. ഇപ്പോൾ ഇവിടെ 4 ലൂപ്പുണ്ട്, അതിൻ്റെ ലൂപ്പ് ഗെയിൻസ് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നെക്സ്റ്റ് ഇതിനകത്ത് Δ1 Δ2 അതൊക്കെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇപ്പം Δ1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1 കറസ്പോണ്ട്സ് ടു ഫസ്റ്റ് ഫോർവേഡ് പാത്താണ്. അപ്പോൾ നമ്മൾ 1 മൈനസ് നമ്മളിവിടെ ഓൾറെഡി ഫോർവേഡ് പാത്ത് വരച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫോർവേഡ് പാത്തിൽ ടച്ച് ചെയ്യാത്ത ഏതെങ്കിലും ലൂപ്പ് ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി ലൂപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്തു. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ടച്ച് ചെയ്യുകയാണെങ്കിൽ 1 മൈനസ് 0 എന്ന് വരും. ഓക്കെ, അപ്പോൾ അടുത്തത് Δ2 എന്ന് വെച്ചാൽ 1 മൈനസ് ലൂപ്പ് നോൺ ടച്ചിങ് സെക്കൻഡ് ഫോർവേഡ് പാത്ത്. അപ്പോൾ അവിടെയും നോൺ ടച്ചിങ് എന്ന് നോക്കേണ്ടത്, ടച്ചിങ് ഉണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ 1 മൈനസ് 0 1 എന്നായിരിക്കും വരുന്നത്. സിമിലർലി നമ്മൾ Δ3 ഫൈൻഡ് ഔട്ട് ചെയ്യണം.
ഇനി ഡെൽറ്റ ഡിനോമിനേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ വരുന്നത് 1 മൈനസ് സം ഓഫ് ലൂപ്സ് പ്ലസ് പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് 2 നോൺ ടച്ചിങ് ലൂപ്പ്, അതുപോലെ പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് 3 നോൺ ടച്ചിങ് ലൂപ്പ്, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 4 ലൂപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്തായിരുന്നു. അപ്പോൾ 4 ലൂപ്പിലും നോൺ ടച്ചിങ് ആയിട്ടുള്ളതൊന്നും വരുന്നില്ല. അപ്പം ഡെൽറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മൈനസ് സം ഓഫ് ലൂപ്പ് വരത്തുള്ളൂ. ഓൾറെഡി നമ്മൾ L1 L2 L3 L4 ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫൈനലി നമ്മൾ മേസൺസ് ഗെയിൻ ഫോർമുല എക്സ്പാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഫൈനൽ ആൻസർ കിട്ടും. ഇതിൻ്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷന് പ്രീവിയസ് വീഡിയോസ് ഒന്ന് വാച്ച് ചെയ്യുക. അതുപോലെ നമ്മളുടെ യൂട്യൂബ് ചാനലിൽ ഒരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ ഗൂഗിൾ എടുത്തിട്ട് btechmedc.com എന്ന് കൊടുക്കുക. അപ്പോൾ അതിലാണെങ്കിൽ നമ്മളുടെ ചാനലിൻ്റെ വീഡിയോസൊക്കെ ആണെങ്കിൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഫസ്റ്റ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 2019 സ്കീംസിൻ്റെ സബ്ജക്ട്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും സബ്ജക്റ്റ് വേണമെങ്കിൽ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ നെറ്റ്വർക്ക് തിയറി ആണെങ്കിൽ നെറ്റ്വർക്ക് തിയറി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് സിലബസും അതുപോലെ മോഡ്യൂൾ വൈസ് വീഡിയോസ് എല്ലാം അപ്ലോഡഡ് ആണ്. നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ടോപ്പിക് വീഡിയോ ലിങ്ക്സ് അങ്ങനത്തുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആണ്. ഇവിടെ ഈ മോർ എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ അവൈലബിൾ ആയിട്ടുള്ള സബ്ജക്ട്സ് ഒക്കെ നമുക്കിതിനകത്ത് അറിയാൻ പറ്റും. അത് ചൂസ് ചെയ്ത് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ്റെ സബ്ജക്ട്സ് ആണ് ഫസ്റ്റ് വരുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ അതിൻ്റെ ലാബ് സബ്ജക്ട്സ് ഫസ്റ്റ് ഇയറിലും കോമൺ ആയിട്ട് വരുന്ന സബ്ജക്ട്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ട്രിപ്പിളിയുടെ സബ്ജക്ട്സും അവൈലബിൾ ആണ്. ട്രിപ്പിളിയുടെ ലീനിയർ കൺട്രോൾ സിസ്റ്റം, സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക്സ്, അങ്ങനെ ഇതിനകത്ത് വീഡിയോസ് മെറ്റീരിയൽസ് എല്ലാം അപ്ലോഡഡ് ആണ്. ഒന്ന് വാച്ച് ചെയ്യുക. ചില സബ്ജക്ട്സ് ഒക്കെ കോമൺ ഉണ്ട്. അപ്പം മോഡ്യൂളിൻ്റെ അനുസരിച്ചിട്ട് ഇതിനകത്ത് വീഡിയോസ് അപ്ലോഡാണ്. ഇപ്പോൾ ലീനിയർ കൺട്രോൾസിൻ്റെ കേസിൽ സിലബസും അതിനകത്ത് മോഡ്യൂൾ വൈസ് ലിങ്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. BTech MEDC.